എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയ കുച്ചിയാള മീൻ പീരയാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യം എടുത്ത് ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള ഒരു ചെറുതൊന്ന് അരിഞ്ഞത്, ഉപ്പ്, തക്കാളി, പുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പുളി വേണം, വെളിച്ചെണ്ണ ഉണ്ട്, മീനിരിപ്പുണ്ട്, തേങ്ങ, മഞ്ഞപ്പൊടി, ഇതാണ് എല്ലാ സാധനം വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ തീ കത്തിച്ച് പരിപാടി ആരംഭിക്കാൻ പോയി. തീ കത്തിച്ച് ചട്ടി വെച്ച് ആദ്യമായി ഇതിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള, ഇത് വാടാൻ വേണ്ടി അത് ഇച്ചിരി ഉപ്പിടുക. അതിന് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ചെയ്യും. ലേശം മഞ്ഞപ്പൊടി, മീൻ പീരക്ക് മഞ്ഞപ്പൊടിയാണ് കൂടുതൽ ആവശ്യം, അതുകൊണ്ടാണ് കൂടുതൽ മഞ്ഞപ്പൊടി ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇട്ടിരിക്കുന്ന പച്ച വേപ്പില നാടനാണ്, ആ തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ്. തേങ്ങാപ്പീരി ഇടുക. തേങ്ങാപ്പീരി നല്ലപോലെ ഒന്ന് വാടുക. ഇപ്പം തന്നെ മീൻ പീരയുടെ അടിപൊളി കളറായിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമ്മൾ ആ മീനിനെ പിടിക്കാൻ വേണ്ടി 2 കഷ്ണം പുളി ചെറുതായിട്ട് അരിഞ്ഞ്, വലുതായിട്ടിട്ട് പിടിക്കത്തില്ല, അതുകൊണ്ട് പുളി ഇട്ടിട്ടുണ്ട്. പുളി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തതായി നല്ല മീൻ കഴുകി വെച്ചിരിക്കുന്നതാ, വെട്ടി ക്ലീൻ ചെയ്ത് കഴുകി വെച്ച ചെറിയ മീനാണ്. ഇതുണ്ട, ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് ഒന്ന് പിരട്ടുക. പുളിയൊക്കെ ഇട്ട് അല്പം കുരുമുളക് പൊടി, കാരണം ഇത് മസിന് വേറെ മുളക് പൊടിയൊന്നും ചേർത്തില്ല, മഞ്ഞപ്പൊടിയാണ് ഇത് മസായിട്ട് വയ്ക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നാടൻ നല്ല കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പീരയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി മസാലകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുളക് അത് മീൻ കറിക്ക് അരക്കുന്നതാണ്. എല്ലാം ചെയ്ത് നമ്മൾ വെച്ചിട്ട് ഒന്ന് ഒന്ന് വാടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുക 5 മിനിറ്റ്. ഇതാണ് നമ്മുടെ മീൻ പീര. ഇരകൾക്ക് വേണ്ടി നമ്മൾ സർവീസ് ചെയ്യണം. ഇതെല്ലാവരും ഒന്ന് ഇണക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞ് ലൈക്ക് ചെയ്യുക. നാളെ വേറെ ഡിഷായിട്ട് വേറെ പരിപാടിയായിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ കൊച്ചുമത്തി പീര ഇണക്കി.